അതുകൊണ്ട് ഓടല്ലേ ക്യാമറ കൊണ്ട് കേട്ടോ. അയ്യോ എൻ്റെ മോനെ. ആ കാത്തിരുന്ന ദിവസം ഇതാണ്. ദുബായിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് താമസം മാറിയിട്ട് ഇപ്പൊ ഏകദേശം 100 ദിവസത്തിലധികമായിരിക്കുന്നു. എപ്പോൾ ഞാൻ ബൈക്ക് എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയാലും മമ്മായും അയായും നമ്മുടെ റഫാൻ്റെ ഉപ്പായുമ്മ എന്നോട് പറയും, ആ ശേരിയിലേക്ക് പോരുത്, ആ സ്ഥലത്ത് പോകാൻ പാടില്ല, അവിടെ അപകടം പതിയിരിപ്പുണ്ട്, അത് കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണ്. ഇന്ന് അവരും അറിയാതെ അവർ ആ വിലക്കിയ സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. ഇന്തോനേഷ്യയുടെയും ഇന്തോനേഷ്യക്കാരുടെയും മറ്റൊരു മുഖമായിരിക്കോ നമുക്ക് ഇവിടെ കാണാനുണ്ടാവുക എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ തേടി മുന്നോട്ട് തന്നെ പോവാം. നമ്മുടെ ചങ്കാണ് കേട്ടോ. എനിക്ക് പുതുതായിട്ട് കിട്ടിയൊരു അളിയനാണ്. അളിയനല്ല, ഇവൻ്റെ അങ്കിളാണ് ഞാൻ. ഇവൻ എൻ്റെ അങ്കിളല്ല, ഇവൻ്റെ അങ്കിളാണ് ഞാൻ. എന്നെ വിളിക്കുകയാണ് ഇന്നലെ ഫാറൂഖ് അങ്കിൾ എന്ന്. വാട്ട്സ് യുവർ നെയിം? നാമനസിയാപ്പ മുസ്ലിം. ഇവൻ്റെ പേര് മുസ്ലിം എന്നാണ് കേട്ടോ. രാത്രിയാണ് ഇവർ വന്നത് കേട്ടോ. ഞാൻ ഉറക്കമായിരുന്നു. ഉച്ച കേട്ടപ്പോഴത്തേക്കും ഹലോ അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞപ്പം ഇപ്പം പറഞ്ഞ അസ്ലാം വലൈക്കും അസ്സലാം, ഐ ആം മുസ്ലിം എന്ന് പറഞ്ഞു ഇവൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഐ എം ഓൾസോ മുസ്ലിം, ഞാനും മുസ്ലിമാണ്. അവൻ പറഞ്ഞു അല്ലല്ല ഞാൻ മുസ്ലിം. അതെ ഞാനും മുസ്ലിമാണ്. അല്ലല്ല എൻ്റെ പേര് മുസ്ലിം. ഓ എൻ്റെ പേര് മുസ്ലിം, എൻ്റെ പേര് ഫാറൂഖ് എന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ ഫുള്ള് കൺഫ്യൂഷൻ ആയി ഇന്നലെ രാത്രി. എങ്ങനെയുണ്ട് എൻ്റെ ചളി? കൊള്ളാവും. പോയാൽ എന്താവും നോക്കാം. ക്യാമറ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് എല്ലാവരും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് എവിടെയും ക്യാമറ ആയിട്ട് ചെല്ലാം. പക്ഷേ കുളിമുറിയോ അങ്ങനെ ആൾക്കാർ കുളിക്കുന്ന സ്ഥലമൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പെട്ട് കേട്ടാ. ഹലോ കല്യാൺ ലോറൂസ് ബലാക്കെ എവിടെ പോകുന്നു ചോദിച്ചേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരെയെന്ന്. ലുറൂസ് എന്ന് പറഞ്ഞാൽ നേരെ എന്നാണ് അർത്ഥം. ഈ ഇത്രയും വീടുകളുടെ ഇടയിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കല്യാണിലേക്ക് നേരത്തെ കണ്ട പിള്ളേരാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതുവഴി ധൈര്യമായിട്ട് പോകാം. കാര്യം നമ്മൾ ആൾക്കാരെയൊക്കെ നേരത്തെ കമ്പനി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫിലിപ്പീൻസിൻ്റെ ചേരികളിലൊക്കെ പോകുന്ന യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഫിലിപ്പീൻസ് ആണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ ഫിലിപ്പീൻസ് എന്ന് വേണമെങ്കിലും പറയാം ഈ സ്ഥലത്തെ കണ്ടിട്ട്. ഇവിടുത്തെ ആൾക്കാർ അത്യാവശ്യം അതുപോലെ കാണാനും അങ്ങനെ ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വണ്ടി പോയിക്കൂടെ നമുക്ക് അറിയത്തില്ല കേട്ടോ. അസല് ചേരി പ്രദേശം കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അസല് ഫിലിപ്പീൻസ് കണക്ക് തന്നെ ഇരിക്കുന്നു കേട്ടോ. Apa kabar? Baik ya? ആൾക്കാരുടെ അടുത്ത് കണ്ട് ചിരിച്ചൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ നീ ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ടാണ് ചുമ്മാ നൈസായിട്ട് കൂട്ടായിട്ട് പോകുന്നത്. വീടുകളും കാര്യങ്ങളും കണ്ടിട്ട് അസല് ചേരി പ്രദേശമാണ് കേട്ടോ. ഫിലിപ്പീൻസ് തന്നെ. അപ്പോൾ ചോദിക്കും ഫാറൂഖ് നീ എന്താ ഫിലിപ്പീൻസിൽ പോയിട്ടുണ്ടെന്ന്. ഫിലിപ്പീൻസിൽ പോയിട്ടുണ്ടോന്നല്ല, ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഫിലിപ്പീൻസ്. നമ്മൾ അമേരിക്കയിൽ പോയിട്ടാണോ അമേരിക്ക എങ്ങനെ ഇരിക്കുന്നത്, ദുബൈയിൽ പോയിട്ടാണോ ദുബായ് എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ആൾക്കാരറിയുന്നു. വഴി എവിടെ അവസാനിക്കുന്നതെന്ന് അറിയത്തില്ല. അവിടെ ഒരു കൊച്ചിറക്കം ഇരുന്ന് കുളിക്കുന്ന കേട്ടോ. അതാ പറഞ്ഞത്, ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതങ്ങാണം അറിയാതെ കാണാൻ ക്യാമറയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു ഗൈസ്. ധാരാവി മാതിരിയാണ് കേട്ടോ. അവിടെ ഇങ്ങോട്ടെല്ലാം വഴിയാണ്. ഇതിൻ്റെ പുറത്തിറങ്ങാൻ ഇനി ഒരു ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും കേട്ടോ. ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഇവിടെ എന്തോ ഇതുണ്ട് കേട്ടോ. ആ നദീൻ്റെ നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. വണ്ടിയിലെ കുട്ടപ്പനായിട്ട് കടി വൃത്തിയാക്കിയിട്ടേക്കും കേട്ടോ. ക്രിസ്റ്റ വീട് കണ്ടോ, ഒരു കൊച്ചിയിലേക്കുള്ള വീട് മാതിരി ഉണ്ട് കേട്ടോ. കാര്യം ഇവിടെയും പണ്ട് ഈ ഡച്ച് ആൾക്കാരുടെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാലത്തൊക്കെ പണിഞ്ഞ വീടായിരിക്കും. ഓരോ ജനലിനും ഓരോ കളർ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ചൈനക്കാരൻ ചെക്കെ പണിക്കും അത് തോന്നുന്നു. എന്തായാലും വീട് നല്ല രസമുണ്ട്. ഈ വഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. പഴയ വീടാണ് ഫുള്ള്. ഓരോ ജനലിനും പല കളർ കേട്ടോ. പല ജനലിനും പല കളർ. ഇവിടെ നിക്കറൊക്കെ ഇട്ട് ഒരാൾ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഏതോ മുക്രി സാഹിബാണെന്ന് തോന്നുന്നു. സലാമലൈക്കും. Apa kabar? Keliling kita. Oh, sungai. Mau lihat sungai. Boleh ya? എനിക്ക് ഇറങ്ങാനുള്ള ധൈര്യമില്ല കേട്ടോ. പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് എങ്ങാനും തെന്നി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് താഴെ പോയി കിടക്കാം. ഇത് താക്കൂ. ഓ അവന് പേടിയില്ല എന്നാണ് ഉണ്ടായത് കേട്ടോ. അവന് പേടിയില്ല ഇതുവഴി നടക്കാൻ. എനിക്കുള്ള പേടി. Disini juga, disini. Kamu bisa coba. Saya mau lihat. Oh, takut. ഓക്കെ ചുക്കും എൻ്റെ മോ. എനിക്ക് പേടിയായതുകൊണ്ട് ചെക്കന്മാർ കാണിച്ചു തരാണ് കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വരാം. ഓക്കെ പോലെ അറബ് ഭാഷ അറബ് aku ajari kamu. Oshinho ini China, ini bahasa Cina. അവൻ അറബാണെന്ന് പറഞ്ഞിട്ട് ഹോഷി ഷോഷി എന്നൊക്കെ പറയുന്നത് കേട്ടോ. മലയാളം പറയുന്ന കേട്ടിട്ട് പറയാം, ഭയങ്കര സ്പീഡിൽ പറയുന്നത് ഈ അബാങ് മലയാളം. അത് ഇഷ്ടപ്പെട്ട കേട്ടോ ചക്കന്. ഹാത്തി ഹാത്തിയാ panggil ya? Apa itu panggil? Siapa itu? Iya kalian. Bilang ഇങ്ങോട്ട് വാടാ. Bilang ഇങ്ങോട്ട് വാടാ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ ചൂണ്ടിടുന്ന കാണാം കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒന്നാമത് ഇവിടം വരെ വന്നത് തന്നെ എനിക്കറിയാവുന്ന എല്ലാ മൊഹീദ്ദീൻ ഷെയ്ഖിനെ എല്ലാവരെയും വിളിച്ചിട്ടാണ്. അവിടെ ചാടി വെള്ളത്തിൽ.
താഴെ കൂടെ വരുന്ന മുതല വരുന്ന മാതിരി രണ്ടെണ്ണം താഴെ കൂടെ വരുന്ന കേട്ടോ. അത് അതുവഴി നീന്തി ഇതുവഴി ഇറങ്ങുന്ന കേട്ടോ ഇവന്മാര്. എൻ്റെ മോനെ, ഓരോ വഴികൾ തിരിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആ ഒരു വഴീൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ മാറുകയാണ് കേട്ടോ. നമ്മളൊരു വളവ് വളഞ്ഞതേ ഉള്ളൂ, കംപ്ലീറ്റ് വഴികൾ വലുതായി, പിന്നെ ഒരു പ്രത്യേക രീതിയിലായി ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഇത്രയും നേരം ശ്വാസം പിടിച്ച് ആ വഴി കൂടെ എല്ലാം പോയി ഞാൻ കുഴഞ്ഞേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് കാര്യങ്ങളെയൊക്കെ മോട്ടറാക്കി കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാരെ തേടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കേട്ടോ ഇത് പള്ളിയാണ്, പക്ഷെ പള്ളിയൊന്നും പ്രവർത്തനരഹിതമായി കിടക്കുന്ന പള്ളികളാണ് കേട്ടോ. ആ വള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ ഏണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏണി കൂടെയാണ് ഇറങ്ങി ആ വള്ളത്തിൽ കയറിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാര്യം. ഇത് വലിയ നദിയിലോട്ടൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. കൊച്ചുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പ പിള്ളേർ സൈക്കിളൊക്കെ എടുത്ത് പുറത്തിറങ്ങാണ് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെക്കൻ പേടിച്ച് ബാക്കിലിരിക്കുകയാണ് കേട്ടോ. മേദാനിലേക്ക് പോകുന്ന യാത്രയിലാണ് അവൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ സ്റ്റോപ്പ് ഇട്ടത്. 2 ദിവസം നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ ഇവനെ ഈ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. നമ്മളല്ലെങ്കിൽ അങ്ങനല്ലേ, നമ്മൾ നമ്മുടെ മൂത്താപ്പാൻ്റെ കൊച്ചാപ്പാൻ്റെ വല്യച്ഛൻ്റെ കൊച്ചച്ഛൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ഏതെങ്കിലും ഒരു ആളായിരിക്കുമല്ലോ നമ്മളെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്ന. സലാം അലൈക്കും അബാങ്, അബാഗാബർ ഫാക്ടറി ആയിനി ഫാക്ടറി. ഓ വെള്ളം ശുചീകരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ആ ശുചീകരിച്ച വെള്ളത്തിൻ്റെ ബാലൻസ് വരുന്ന വൃത്തികെട്ട വെള്ളമൊക്കെ ഓൾറെഡി വൃത്തികേടായിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഇതിന് കനാല, പുഴയാ, തോട, ആറ അതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ബ്രൂസിലി ഇപ്പോൾ ഉണ്ട് ഇവിടെ. ഓക്കെ, പക്ഷെ എൻ്റെ അമ്മ വീഡിയോ എടുത്തപ്പോൾ ഓടിപ്പോയി കേട്ടോ. നാണക്കേടായിട്ട് ഓടിപ്പോയതാണ്. ഞാൻ പിന്നെ വണ്ടി ഓഫ് ചെയ്യുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും കലിപ്പിൽ ഇടോ എന്ന് പോലെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഫൂൻ പറഞ്ഞ് നമ്മളങ്ങ് വിടും കേട്ടോ. ഇവിടെ നമ്മളെ അലിബായ് വന്നിപ്പുണ്ട്. അലിബായ് നാണമായി കേട്ടോ. അലിബായ് അങ്ങ് പോയി. സലാം അലൈക്കും. Apa kabar? Di mana itu pasar Kuto? Itu buka atau tutup sekarang? Tidak buka. Nama tempat ini? Ini Tapang Neng ini. Tapang? Nanti kami. Oh. 2 സിഗരറ്റ് എടുത്ത് കത്തിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ഇരുന്നതാണ് കേട്ടോ ഈ ഉപ്പ. വെറുതെ അങ്ങനെ പോയി സംസാരിച്ച് കളിയാക്കി അല്ലെങ്കിൽ ഓരോന്നും പറഞ്ഞ് വെറുതെ അയാളുടെ സമാധാനം നശിപ്പിക്കാനാട്ടോ ഞങ്ങൾ രണ്ടാളും. കുറേ നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് വേണ്ട, പതുക്കെ ഇവിടുന്ന് വിട്ടേക്കാം, പാവപ്പെട്ടവൻ്റെ സമാധാനം കളയേണ്ട, സന്തോഷിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. ചെലാലോ ആളെന്നെ വിചാരിക്കുകയാണ് ഇവനെന്തിനാ എന്നോട് ഇതൊന്ന് സംസാരിച്ചതെന്നൊക്കെ ആയിരിക്കും ആൾ വിചാരിക്കുന്നത്. പിന്നെ അല്ല ഇരിക്കട്ടെ, എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു കേട്ടാ. അപ്പം ഇവിടെ ഒരാൾ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ, വല്ലതും കിട്ടിയെന്ന് വയ്യ. അല്ലെങ്കിൽ ചവിട്ടി ഇട്ടാലേ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടിയും കിട്ടാലോ താഴോട്ട്. സലാം അലൈക്കും ബാ. അപ്പ കബർ മഞ്ചിങ്ങ ബാ അതയിക്കാനിയാ. ഓ ബലൂമിയാ പാ, ബലൂമിയാ ബലൂം. ഓ ഓ ആള് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ പരിപാടി. എത്ര ആഴമുണ്ടെന്ന് ചോദിച്ചു ഞാൻ പോയി നോക്കിയിട്ട് വരാൻ പറയാം. മറ്റേ തിളക്കത്തിൽ ദിലീപ് പറയുന്ന മാതിരി ചവിട്ടിയും കിട്ടാലേ ഇയാളെ, രസമായിരിക്കും, ഇത് ഫണ്ണാവും. പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, ആൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വളയും കേട്ടോ. നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. സലാം അലൈക്കും. അപ്പ ഖബർ santai ya, rokok dulu ya. Muhammad apa? Muhammad Grajuan. Edward. Oh, Muhammad Edward എന്നാണ് കേട്ടോ ചെക്കൻ്റെ പേര്. അയ്യോ സലാം. അതുകൊണ്ട് ഓടല്ലേ ക്യാമറ കൊണ്ട് കേട്ടോ. അയ്യോ ചെക്കൻ്റെ ക്യാമറ എടുത്തിട്ട് പറഞ്ഞു അതിലോട്ട് ഊതി വിടാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അല്ല, കുറച്ച് നേരം നമ്മൾ ചെക്കന്മാരോട് സംസാരിച്ചിരുന്നു കേട്ടോ. അവന്മാർ എന്താ പഠിക്കുന്നത്, അവന്മാർ തമ്മിൽ കൂട്ടുകാരാണോ അതോ അവന്മാർ കസിൻസാണോ ഫ്രണ്ട്സാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർ ഫ്രണ്ട്സാണ്, അല്ലാതെ സഹോദരങ്ങളൊന്നും അല്ല. ഇവന്മാരിൽ ഇരിക്കുന്ന വണ്ടി FC ആണ് കേട്ടോ, നമ്മുടെ FC ഉണ്ടല്ലോ അതാണ്. പിന്നെ ചെക്കന്മാർ പാവം പിള്ളേരാണ്. അവന്മാർ ഇവിടുത്തെ സിഗരറ്റ് വലി കണ്ടിട്ട് പിള്ളേരെ മോശമായിട്ട് നമ്മളാരും വിചാരിക്കേണ്ട. അത് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ സിഗരറ്റ് വലി. അത് ഇവിടെ ഒരു കൾച്ചറിൽ ഓൾറെഡി വന്ന് പെട്ടുപോയി. അതിന് പതുക്കെ മാറിയെടുക്കണം. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ അത് ഇവിടുത്തെ ഒരു രീതിയാണ്. അത് ഒരു ബാഡ് ഹാബിറ്റായിട്ട് ആരും ഇവിടെ അതിനെ കാണുന്നില്ല കേട്ടോ. بخير انت بخير ما شاء الله. شو اسمك? حافظ أدويد. ഓ എല്ലാവരുടെയും പേര് എഡ്വേർഡ് എന്നാണല്ലോ ഇവിടെ. هيلينج نعم ما شاء الله. أنا أتحدث فقط قليل من العربية. أنا أتحدث فقط قليل من العربية. شوي يا little. You speak English? No. Only bahasa Indonesia. Iya, nah.
നാം. ഓ ഇവന് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആരോ. നാം പഠിപ്പിച്ചു കൊടുത്തോണ്ട് ഇവിടെ നാം പറഞ്ഞങ്ങ് ഇതാക്കണം. നാം എന്ന് പറഞ്ഞാൽ യെസ് എന്നാണ് കേട്ടോ. അവൻ അത് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, മോട്ടർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ മോട്ടർ ആക്കണമെങ്കിൽ ഞാൻ അലബോബ് തുഖ്താർ മഹത്തിൽ കദിമാഹി അഖ്ബർ ബിൽ അഖ്ബർ ദി മെട്രോ ദുബൈ. മനസ്സിലായ? മനസ്സിലായി, എല്ലാം മനസ്സിലായെന്നാണ് ഇവൻ പറയുന്നത് കേട്ടോ. ധനൗസ്രേ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഈ ധനൗസ്രയിൽ വന്ന് ഇവന്മാർ പുകയ്ക്കുന്ന കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ചെക്കന്മാരാണ്. ഉമർ ബറാപ്പ 18 ബോലെ കാമു സമ. ഓ ബോലെ മൊറോക്കോ ബോലെ. 18 വയസ്സായി, ഇനി സിഗരറ്റ് വലിച്ചവരാണ് പറഞ്ഞത് കേട്ടോ. കാമു ബറാപ്പ ഉമർ 13. Oh kamu ada aku. Oh ya. 13 ya. Tidak boleh ya merokok. Ya. Berapa tahun kamu? 21. Iya. Ini boleh. 2 rokok boleh seperti ini. Astagfirullah. Enggak ya. അവിടെയൊക്കെ അവനെയൊക്കെ കറക്കി അവരുടെ അടുത്ത് കുറച്ച് നേരം അവരെ നമ്പറൊക്കെ ഇട്ട് സംസാരിച്ചിട്ട് വരികയാണ് കേട്ടോ. ഇവിടെ അടുത്ത ആളിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ രമണനാന്ന് തോന്നുന്നു കേട്ടോ, പഞ്ചാബി ഹൗസിൽ. അസ്സലാമലൈക്കും ബാ. Santai. Oh, apa ini siomay? Tidak ada mancing ya Pak? Kenapa tidak mancing? Kita suka mancing. Kita suka ya. പുള്ളിക്കാരന് മീൻ പിടിക്കുന്ന ഇഷ്ടമല്ല എന്നാണ് കേട്ടോ പറയുന്നത്. ആൾക്ക് ഞാനൊന്ന് പോയി കിട്ടിയാൽ മതിയല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത്. ഇവനെന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്നായിരിക്കും. മറ്റേ പുലിവാലി കല്യാണത്തിൽ ഒന്ന് പറയുന്ന കണക്ക് ഈ തെണ്ടി എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും പുള്ളി വിചാരിക്കുന്നത് കേട്ടോ. പാവം ആളെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ആ ഇരിക്കുന്ന ആളെ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ. ഇത് ഡെഡ് എൻഡാണ് കേട്ടോ. ഇവിടെ ഇട്ട് ആരെങ്കിലും പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. സലാമലൈക്കും ബാ. apa kabar? Baik ya. Bapak nama siapa? Muhammad. ഈ ബോട്ട് കാക്കാൻ്റെ ആണ് ബോട്ട്, കപ്പൽ itu. ഓ കപ്പൽ പുള്ളിക്കാരൻ്റെ ആണെന്ന് തോന്നുന്നു. ഇരുത്ത കണ്ടിട്ട് ഈ കപ്പൽ ഫുള്ളും പോർട്ട് ഫുള്ളും വാങ്ങിച്ച മാതിരിയാണ് ഇവിടെ ഇരിക്കുന്നത്. പാപ്പാട്ടോൻ വിദൂരതയിലേക്ക് നോക്കി ഇരിക്കുകയാണ് കേട്ടോ. വികാര നൗകയിലായി തിരമാലകളാടിയിടുന്നു. എപ്പോഴും മീറ്ററിയാ 10 മീറ്റർ താഴ്ച ഉള്ളെന്ന് ഇവിടെ കേട്ടാ. ഓ പാപ്പ ബീസ ബെർണ. ആ പുള്ളിക്കാരൻ നീന്താൻ അറിയാമെന്ന്, ചവിട്ടിയും കിട്ടാലോ താഴോട്ട്. നിങ്ങളെന്ന് ആലോചിച്ചേക്കും, ഒരു വലിയ പുഴേൻ്റെ കരയിലിരിക്കുന്ന ഒരാളടുത്ത് ചോദിക്കുന്നു ഈ പുഴയ്ക്ക് എത്ര ആഴം ഉണ്ടെന്ന്. അപ്പോൾ ആൾ പറയുന്നത് 10 മീറ്റർ ആഴം ഉണ്ടെന്ന്. അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് നീന്താൻ അറിയാമോന്ന്. അപ്പോൾ അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇവൻ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നായിരിക്കത്തില്ലേ ആൾ ചിന്തിക്കുന്നത്. ആളിവിടെ ശാന്തമായിട്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ സമ്മതിക്കാതെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ മോട്ടറാക്കാൻ ഒരു രസമാണ്. നമ്മൾ കംപ്ലീറ്റ് മോട്ടറാക്കാനല്ല, അവർക്കും കുറച്ച് കമ്പനി കൊടുക്കുകയാണ്. അവർ ഒറ്റക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ലോൺലിനെസ് അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സംസാരിക്കുന്ന ഹാപ്പിനെസ്സാണ്. Bapak saya lihat Bapak sendiri, jadi saya mau Bapak senang. Jadi aku datang ngobrol, senang ya. പുള്ളി ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് സംസാരിച്ച ആളെ ഹാപ്പി ആക്കി തന്നെ പറഞ്ഞേട്ടാ. ഹലോ അസ്സലാമലൈക്കും. അടുത്ത പോകാൻ കേട്ടോ. ഒരു ഹലോ അസ്സലാമു അലൈക്കും അപ്പാ ഖബർ, ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിൽ നിങ്ങൾക്ക് എവിടെയും പോവാം, ആരുടെ സംസാരിക്കാം, ആരെയും കുപ്പിയിലാക്കാം കേട്ടോ. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വെസ്പയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞത് 1973 വണ്ടിയാണ്. ഏകദേശം 10-40 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ചെക്കൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോഴും നല്ല കുതിര പോലെ കുതിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ചെക്കന്മാർ പറയുന്നത് അവന്മാർക്ക് ഈ വണ്ടി ഓടിക്കുക ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് 10 വയസ്സേ ഉള്ളൂ. അബാങ് എന്ന് പറഞ്ഞാൽ ഇക്ക എന്നോട് പറഞ്ഞേക്കുന്നത് 13 വയസ്സാകുമ്പോഴത്തേക്ക് ഓടിക്കാൻ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 13 വയസ്സാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ചെക്കൻ. ഞാൻ പറഞ്ഞ നല്ലപോലെ ഫുഡൊക്കെ കഴിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമാണ് ഞാൻ എന്തിൻ്റെയോ ഒരു പല്ല് കാണുന്ന, പുലിപ്പല്ലോ എന്തിൻ്റെയോ പല്ലാണ് കേട്ടോ. അപ്പോൾ അവനോട് ചോദിച്ചത് എന്തിൻ്റെ പല്ലാണെന്ന്. അവൻ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയണം ഇത് ഏത് മൃഗത്തിൻ്റെ പല്ലാണെന്ന് കേട്ടോ. ഒറിജിനൽ ആണെന്ന് ചെക്കൻ നല്ലോണം പറഞ്ഞു കേട്ടോ. മുടി വളർത്തിയിട്ട് ബാബുവിൻ്റെ മാതിരി ഇരിക്കുന്നവനില്ലേ, അവനാണ് ഈ വണ്ടീൻ്റെ ഓണർ. അപ്പോൾ അവനോട് പറഞ്ഞു ഇത് ഏതോ മൃഗത്തിൻ്റെ പല്ലാണ്, അസ്ലി എന്നാണ് പറയുന്നത്. അസ്ലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്നാണ്, ഹിന്ദിയിലുള്ള അസ്ലി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും. അങ്ങനെ വണ്ടി നോക്കുമ്പോൾ വണ്ടിയിൽ ചെഗുവേരേൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് എവിടെ കേട്ടിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ ചെഗുവേരേൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ നിരോധിച്ചിട്ടുണ്ടെന്ന്, അങ്ങനെ എന്തോ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഞാനും അവനോട് പറഞ്ഞു ഞാനും ഭയങ്കര ചെഗുവേര ഫാനാന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തട്ടി വിട്ടു. അയാളെപ്പറ്റി കൂടുതൽ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഞാനും അദ്ദേഹത്തിൻ്റെ ഫാനാന്നൊക്കെ പറഞ്ഞ് അവനോട് കുറച്ച് കൂട്ടായിട്ട് വണ്ടി നോക്കുമ്പോൾ വണ്ടിയിൽ എന്തൊക്കെയോ അഡീഷണൽ സെറ്റിങ്സും ഫിറ്റിങ്സൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. ഒരു ബാറൊക്കെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തിനുള്ളതാണെന്ന് അറിയില്ല. ഇനി കൊച്ചു പിള്ളേർക്കെല്ലാം ചവിട്ടി നിൽക്കാനുള്ളതാണോ അതിന് വേറെ എന്തെങ്കിലും പർപ്പസ് ആണോ എന്നും അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് മുന്നോട്ട് പോകാൻ നേരം വീണ്ടും നമ്മൾ ചെന്ന് വിട്ടത് മറ്റൊരു ധാരാവിയിലോട്ട്. കുറച്ച് വഴികളൊക്കെ കുറച്ച് വലുതായി. ഇനി മസ്ജിദ് റഹ്മാൻ മസ്ജിദ് റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. ഹലോ അതെ apa kabar? Ini Om Faruk dari India. Halo bilang hai ke kamera. Hai.
ഇവിടുത്തെ ആൾക്കാരൊക്കെ പാവ ആൾക്കാരാണ് കേട്ടോ. സ്ഥലത്തിൻ്റെയൊക്കെ ഒരു വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ടെറർ ആൾക്കാരായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. സ്ഥലമൊക്കെ കുറച്ച് കലിപ്പാണെങ്കിൽ ആൾക്കാരൊക്കെ പാവ ആൾക്കാരാണ്. ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ. ഈ ഒരു ചേരിയിലുള്ള ആൾക്കാർക്ക്, ചേരി എന്ന് പറഞ്ഞാൽ അവരെ കുറയ്ക്കുന്നില്ല, ഈ ഒരു സ്ഥലത്തെ ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളിയാണ്. സലാത്ത് ജുമാ ജുഗ അതാ ബസാർ ചെയ്ത് ഇത് ജുമാ നിസ്കാരം ഉള്ള പള്ളിയാണ് കേട്ടോ. വലിയ പള്ളിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടുത്തെ പിള്ളേർ നമ്മുടെ നാട്ടിലെ മാതിരി ഇവിടെ ക്രിക്കറ്റ് വലിയ ഫേമസ് അല്ല കേട്ടോ. ഫുട്ബോൾ എല്ലാ സ്ഥലത്തും കാണും. അനക് സുക്ക ഫുട്ബോളായ മൈൻ ഫുട്ബോളാ സോറേ അതാ സെക്കോള അതോ ലിബൂർ തന്നെയാ? ലിബൂർ തന്നെയാ. ഇപ്പോൾ അവധിയാണ് കേട്ടോ, സ്കൂൾ അടച്ചേക്കാണ് പിള്ളേരുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് പിള്ളേർ അങ്ങനെ അതുകൊണ്ട് വൈകിട്ടാകുമ്പോൾ ഫുട്ബോളൊക്കെ എടുത്ത് ഇതിനൊക്കെ ഇറങ്ങും വഴി കൂടെ തട്ടി തട്ടി. ക്ലീനിങ് ഇന്തോനേഷ്യ. അത് കൊള്ളാം. Namanya siapa bang? Namanya Pian. Pian. Oh, nama saya Farouk. Ya, nama Muslim. Ya, dia dari Medan. Ya. Terima kasih ya bang ya. Sehat selalu. Ade, bye bye. Boom. 1, 2, 3. അയ്യോ ചെക്കനെ ഒന്ന് മോട്ടറാക്കിയിട്ട് അവരുടെ സൈക്കിളിൽ ഒന്ന് പൊക്കാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ വഴി പോകുമ്പോൾ ഇവിടെയും കുറേ ആൾക്കാർ ഇത് കണക്ക് സ്വകാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്വകാര്യതയിലേക്കാണ് ഞാൻ എൻ്റെ ക്യാമറ കടത്തുന്നത്. ഹലോ, പക്ഷെ എൻ്റെ അമ്മൂതിയൊക്കെ ഏത് വഴിയുടെ ഇവിടെ നിന്നൊക്കെ തിരിച്ചു പോകാൻ എനിക്കറിയത്തില്ല, അതാ രസം. ഇതുവഴി വഴി ഇല്ലടേ, നമ്മൾ എവിടെയെങ്കിലും പോയി ബ്ലോക്ക് ആവും കേട്ടോ. ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇതന്നെ ഞാൻ എപ്പോഴെപ്പോഴും പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം കൊണ്ടാണ്. കറക്റ്റ് ഫിലിപ്പീൻസ് എൻ്റെ മോനെ, കറക്റ്റ് ഫിലിപ്പീൻസ്. ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അസ്സലാമു കലിയാൻ, അപ്പ ഖബർ മൈനിയ പോലെ ക്യാമറ മാതിരി പേടിച്ച് ചേട്ടാ. ക്യാമറയും കൊണ്ട് ചീറ്റ് കളിക്കുന്ന എടുത്തപ്പോഴത്തേക്ക് നമ്മളേതോ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയുടെ ഓടിച്ച് പടച്ച റബ്ബേ, നമ്മൾ ഏത് വഴിയൊക്കെ പോകുന്നത് അള്ളാഹ്ക്ക് അറിയാം. തിരിച്ച് വീട്ടിലെത്തുവോടെ. ഏതോ മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റിൻ്റെ വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റെല്ലാം അടച്ചു കേട്ടോ. അസ്സലാമു പാ, ഇനി പസാർ കൂട്ടോ ആ ക്ലീനിങ് സാജ. ഓ തിരുമക്കാസി പാ, എന്തൊക്കെ പറയുന്നിട്ടാ നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം. എന്തോ പറയുന്നുണ്ട് ഇവിടെ വീട് ആരും ഉണ്ടെന്നൊക്കെ. ഒരു ഹലോ പാ, സിഗരറ്റ് വലിച്ചു തള്ളുന്നുണ്ട് എല്ലാവരും. ആ ഒരു അമ്മൂമ്മ എന്തോ വലിയ പൊങ്ങാത്ത സാധനം എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. പള്ളിയിൽ നിന്ന് എന്തൊക്കെ ഓതലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ മനസ്സ് പറയുന്നത് ഇതുവഴി മുന്നോട്ട് പോയിക്കോ, നമ്മൾ എവിടെയെങ്കിലും ഒരു വലിയ വഴിയിൽ ചെന്ന് ചാടുമെന്നാണ്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ചില സമയം നമ്മൾ മനസ്സ് പറയുന്നത് കേൾക്കണമല്ലോ. ആ കാണുന്നത് ഒരു നമ്മുടെ തേങ്ങാക്കടയാണ് കേട്ടോ. തേങ്ങാക്കടയുടെ പേര് നിങ്ങൾ തന്നെ വായിച്ചോ, ഞാൻ വായിക്കുന്നില്ല. അത് ഇവിടുത്തെ ഒരു നോർമൽ പേരാണ് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പേരല്ല. അപ്പോൾ നേരെ വിട്ടു പോവുകയാണ്. രണ്ട് വശത്തും മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് ഈ സമയത്ത് ക്ലോസ്ഡ് ആണ്. രാവിലെയാണ് ഈ വഴി പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും കേട്ടോ. ഒരു ദിവസം പകൽ നമ്മൾ ഈ വഴി വരും. ഈ ഫുള്ള് മാർക്കറ്റിൽ എന്തൊക്കെയാണ് വിൽക്കുന്നത് വാങ്ങിക്കുന്നതെന്നൊക്കെ നോക്കി നമ്മളും എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഉമ്മമാരും കാക്കാമാരൊക്കെ സൈഡിൽ നിന്നൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൽ പാട്ടും സിനിമ കയറ്റി കൊടുക്കുന്ന കടയാണ് കേട്ടോ ഇത്. നിക്കറൊക്കെ ഇട്ട് അപ്പോൾ സ്കൂളിൽ പോകണം. നമ്മളങ്ങനെ തിരിച്ച് നമ്മളേതോ ഒരു വലിയ റോഡിലോട്ട് വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. ഹലോ ബാ, പുസ്രി മാനാവാ, പുസ്രി സാനായ. ഓ തിരുമക്കാസി. എങ്ങനെയൊക്കെ ഏത് വഴിയൊക്കെ വണ്ടി ഓടിച്ച് വന്ന് നമ്മളൊരു വലിയ റോഡിൽ വന്ന് ചാടിയിട്ട് നമ്മളെ വീട്ടിലേക്കുള്ള വഴി വെച്ചാൽ പറഞ്ഞ് അങ്ങോട്ടൊന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ മുസ്ലിം, യു ലൈക്ക് ദ പ്ലേസ് കമുസുക്ക തെമ്പത്ത്, സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? സുക്ക സദീക്ക് ചാപ്പയാ. കുറച്ച് ക്ഷീണം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ കേട്ടോ എന്തായാലും. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. ഇതിനൊക്കെ ഒരു സ്ഥലത്ത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ബാക്കിൽ ബൈക്ക് വരുന്നുണ്ട്, നമുക്ക് പോവാം. ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു കേട്ടോ കാറുകാരുടെ അടുത്ത്. അപ്പോഴത്തേക്ക് അയാൾ വണ്ടി ചവിട്ടി തന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്കുള്ള പ്രയാണം തുടങ്ങി. അപ്പോൾ ഗൈസ് ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.